നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഏക BJP MP-യും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വിവാദമായ ഒരു പരാമർശം നടത്തി. MP എന്ന നിലയിലോ തന്നെ വിളിക്കുന്ന ഉദ്ഘാടനങ്ങൾക്ക് പൈസ വാങ്ങാതെ പോകില്ലെന്നും അതിന് പൈസ വാങ്ങുമെന്നുള്ള ഒരു പരാമർശം ആണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ആ പരാമർശം 2 ദിവസം കഴിഞ്ഞ് വിവാദമായതോടുകൂടി പിൻവലിക്കപ്പെട്ടു. പക്ഷെ ആ പ്രസ്താവന ഉയർത്തുന്ന 2 വിഷയങ്ങളുണ്ട്. ഏറ്റവും ഒന്നാമത്തത്, അദ്ദേഹത്തിന് താൻ ഏറ്റെടുത്ത മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്നുള്ള ഉത്തരവാദിത്തത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് അല്ലെ അതിൻ്റെ ഇൻറ്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പൈസ വാങ്ങുമെന്നുള്ള ഉദ്ഘാടനത്തിന് വിളിച്ചാൽ തൻ്റെ സഹപ്രവർത്തകരെ പോലെ പൈസ വാങ്ങുമെന്നുള്ള പരാമർശം. തൻ്റെ സഹപ്രവർത്തകരെന്ന് ഉദ്ദേശിച്ചത് സിനിമാ മേഖലയിലുള്ള മറ്റു പ്രധാനപ്പെട്ട ആക്ടേഴ്സ്. അവരെ സംബന്ധിച്ച് അവരാരും രാഷ്ട്രീയക്കാരോ ഗവൺമെൻറ് പോസ്റ്റുകൾ വഹിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പേയ്മെൻറ്റ് വാങ്ങാം. പക്ഷേ സുരേഷ് ഗോപി എന്ന ഒരു MP എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് നാട്ടിലെ വിവാഹങ്ങൾക്ക്, മരണങ്ങൾക്ക്, നാട്ടിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക്, ഉദ്ഘാടനങ്ങൾക്ക് ഇന്നെല്ലാം സ്വാഭാവികമായിട്ടും വിളിക്കും. അത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. അതിന് താങ്കൾ പൈസ വാങ്ങുമെന്നുള്ള പരാമർശം ഒന്ന് പൊളിറ്റിക്കലി വളരെ മോശമായ ഒരു നിലവാരം പുലർത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്, അത് അദ്ദേഹത്തിൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ലംഘനമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കേന്ദ്രമന്ത്രിക്ക്, സഹമന്ത്രിക്ക്, ഒരു MP-ക്ക്, അറ്റ്ലീസ്റ്റ് MP ആയ ശേഷമാണല്ലോ മന്ത്രിയാവുന്നത്, MP-ക്ക് ഒരു ബിസിനസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നില്ല. അവരുടെ ഡ്യൂട്ടിയുമായി കോൺഫ്ലിക്റ്റ് ആവുന്ന ഒരു ബിസിനസ്സും ട്രേഡും ചെയ്യാൻ പാടില്ല. മറ്റ് ഓഫീസുകളുടെ സ്ഥാപനങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ വഹിക്കാൻ പാടില്ല. ഒരു MP-ക്ക് ഗവൺമെൻറ് നൽകുന്ന 2,30,000 രൂപയുടെ ശമ്പളമുണ്ട്. അതിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായി തൻ്റെ സമയം തൻ്റെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം MP-മാരോ കേന്ദ്രമന്ത്രിമാരോ വേറെ തൊഴിലെടുക്കാൻ പോകാൻ പാടില്ല. ഇൻക്ലൂഡിങ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, കോടതികളിൽ പോയി ലോ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, മറ്റ് ബിസിനസ്സുകളോ ട്രേഡുകളോ ചെയ്യാൻ പാടില്ല. ചില സമയങ്ങളിൽ MP-മാർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എഴുത്ത്, ലേഖനങ്ങൾ എഴുതാൻ, റൈറ്റിംഗ്, റിസർച്ചുകൾ നടത്താനും അത്തരം ബന്ധപ്പെട്ട അക്കാദമിക്കായ ആവശ്യങ്ങളാണ് പെർമിഷനോട് കൂടി ചെയ്യാൻ കഴിയുക. അല്ലാത്ത സാഹചര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള, കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, MP എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തത്തിന് വീഴ്ച വരുന്ന, കോൺഫ്ലിക്റ്റ് ആവുന്ന രീതിയിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാനോ പുതിയ പ്രൊജക്റ്റുകൾ ചെയ്യാനോ ആളുകൾക്ക് ഉദ്ഘാടനത്തിന് പൈസ വാങ്ങാനുള്ള റൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയ പരാമർശം കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ വിരുദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ, അദ്ദേഹം വഹിക്കുന്ന ഉത്തരവാദിത്തത്തോടുള്ള തെറ്റായ, നിരുത്തരവാദപരമായ സമീപനമാണ് എന്നുള്ളതാണ് വസ്തുത.